അടിയനോട് ക്ഷമിക്കണേ. മഹാദേവ, മോനെ ഭഗവാനെ, അയ്യോ മഹാദേവ, ശങ്കര, എന്റെ മഹാദേവ, എന്നോട് കരുണ കാണിച്ചല്ലോ. എന്റെ പ്രായശ്ചിത്തം അവിടുന്ന് കേട്ടല്ലോ. പോരെ, ഈ മോതിരം എത്രയും പെട്ടെന്ന് ദേവൂട്ടി ഏൽപ്പിക്കണം. ഇപ്പോഴെങ്കിലും അച്ഛന് മനസ്സിലായല്ലോ. ഇനിയെങ്കിലും നീചന്മാരായിട്ടുള്ള സഹവാസ അച്ഛനൊന്ന് ഒഴിവാക്ക്. മഹാദേവ, സിസ്റ്റർ, എന്താ? ഇതൊന്ന് മാറ്റോ? ആ, അമ്മയ്ക്കിപ്പോ എങ്ങനെയുണ്ട്? ഇപ്പൊ എനിക്ക് നല്ല ആശ്വാസം തോന്നുന്നുണ്ട്. അമ്മേ, മോനെ, പെട്ടെന്ന് എനിക്ക് എന്താടാ പറ്റിയത്? ഇല്ലമ്മേ, ഇനി അമ്മയ്ക്ക് കുഴപ്പമൊന്നും സംഭവിക്കില്ല. ഇപ്പൊ കുഴപ്പമൊന്നുമില്ലല്ലോ? ഇല്ല മോനെ. അമ്മ കിടന്നോ, അധികം സംസാരിക്കണ്ട. എന്താ മോനെ, നീ എന്താ വല്ലാതിരിക്കുന്നേ? എനിക്കിപ്പോ ഒരു കുഴപ്പമില്ല. വനജേ, നിങ്ങളിത് എവിടായിരുന്നു? ഞാൻ ഇവിടെ തന്നെ ഉണ്ടായിരുന്നു വനജേ. നിനക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ? എനിക്കിപ്പോ ഒരു കുഴപ്പമില്ല. നല്ല ആശ്വാസം തോന്നുന്നുണ്ട്. ദേവി, അമ്മേ, എന്നോട് പൊറുക്കണേ. നമസ്കാരം തിരുമേനി. നമസ്കാരം. തിരുമേനിക്ക് മനസ്സിലായില്ലേ? നമ്മുടെ മഹേശൻ തിരുമേനിയുടെ ഭാര്യയും മകനുമാണ്. ഓ, പെട്ടെന്ന് എനിക്ക് അങ്ങോട്ട് മനസ്സിലായില്ല കേട്ടോ. അല്ല, പ്രദോഷ പൂജയ്ക്ക് കണ്ടില്ലല്ലോ. ഇപ്പോഴാണോ വരുന്നത്? അല്ല, നടയടയ്ക്കുകയും ചെയ്തു. മോന് നല്ല സുഖമില്ല, അതുകൊണ്ടാ പ്രദോഷത്തിന് വരാതിരുന്നത്. മോൻ എന്താ പറ്റിയത്? ഒന്നും പറയേണ്ട തിരുമേനി, അവിടുന്ന് വന്ന ശേഷം ചെറുക്കൻ എന്നും പനിയും സൂക്കേടുവാ. മഹേശൻ തിരുമേനിക്ക് മൊത്തത്തിൽ കഷ്ടകാലമാണല്ലോ. മോളുടെ അസുഖം അങ്ങനെ. ഇവിടെ നിങ്ങൾക്ക് വയ്യായും ദീനവും ഒക്കെ ആയല്ലേ? എല്ലാവർക്കും ശിവപ്രിയയുടെ കാര്യത്തിൽ മാത്രമേ ഉള്ളൂ ശ്രദ്ധ. ഞാനും കൊച്ചും എങ്ങനെ കഴിയുന്നു എന്നുള്ളത് ആരും അന്വേഷിക്കാറില്ലല്ലോ. അങ്ങനെ ചിന്തിക്കണ്ട. എല്ലാവരുടെയും നന്മയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന ആളാ മഹേശൻ തിരുമേനി. മോളുടെ കാര്യം അത്രയ്ക്ക് ഗുരുതരമായതുകൊണ്ടാവുമല്ലോ തിരുമേനി നാട്ടിലേക്ക് മടങ്ങാതെ അമ്മയുടെ സന്നിധിയിൽ തന്നെ നിൽക്കുന്നത്. എന്തായാലും മോൾക്ക് വേണ്ടി ഞാനും പ്രാർത്ഥിച്ചിട്ടുണ്ട്. ചെറുക്കനെ ഒന്ന് ആശുപത്രി കാണിക്കാൻ പോലും കയ്യിൽ നയ പൈസ ഇല്ല. വീട്ടിലെ അടുപ്പ് പുകയാൻ തന്നെ ഗതിയില്ലാത്ത അവസ്ഥയില്ല. നാട്ടിലെ അമ്പലത്തിൽ ശാന്തിപ്പടിയും കളഞ്ഞിട്ട് മൂകാംബികയെ പോയി നിൽക്കേണ്ട കാര്യം എന്തുവാ? ആൾ ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ തിരുമേനിക്ക് ഇങ്ങനെ ബുദ്ധിമുട്ടേണ്ട കാര്യം വരില്ലല്ലോ. എന്റെ ബുദ്ധിമുട്ടോർത്ത് നിങ്ങൾ വേവലാതിപ്പെടണ്ട. ഞാൻ പറഞ്ഞിട്ടാ മഹേശൻ തിരുമേനി മൂകാംബികയിലേക്ക് പോയത്. അതുകൊണ്ട് തന്നെ തിരുമേനി തിരിച്ചെത്തുന്നതുവരെ ഇവിടത്തെ കാര്യങ്ങൾ ഓർത്ത് ആരും ബുദ്ധിമുട്ടണ്ട. അതാ ഞങ്ങളുടെ ഒരു സമാധാനം. നിങ്ങൾക്കത് സമാധാനമായിരിക്കും, പക്ഷെ ഞങ്ങളുടെ വരുമാനമല്ല നിലച്ചു പോയത്.
വരുമാനത്തിന് വേണ്ടിയല്ല ഞാൻ ഇതൊക്കെ ചെയ്യുന്നത്. എല്ലാവരുടെയും നന്മയ്ക്ക് വേണ്ടി എന്നാലാവുന്ന ഒരു സത്കർമ്മം. പിന്നെ ദേവീ പൂജ കൊണ്ട് കിട്ടുന്ന മനഃശാന്തി, അത്രയൊക്കെ ഞാൻ ഉദ്ദേശിക്കുന്നുള്ളൂ.